കണ്ണൂർ മണ്ഡലം സംബന്ധിച്ച് ഉള്ള പ്രവചനങ്ങൾ സ്ഥാനാർത്ഥികളുടെയും മുന്നണികളുടെയും ആശങ്കകളും പ്രതീക്ഷകളും എത്രത്തോളം ഫലിക്കും, എത്രത്തോളം തെറ്റിപ്പോകാം എന്നതാണ് ചില പോയിന്റുകളെ വെച്ചുകൊണ്ട് നമുക്ക് പരിശോധിച്ച് പോകേണ്ടത്. അവിടെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളായിട്ട്, സൂക്ഷ്മ വിഷയങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, പരിശോധിക്കുന്നത് ഇവയാണ്. അതായത് സ്ഥാനാർത്ഥി സ്വാധീനം. അതിനകത്ത് കെ സുധാകരൻ്റെ ശബരിമല സംബന്ധിച്ചുള്ള പ്രത്യേകമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് കൂടെ ഈ സ്ഥാനാർത്ഥി സ്വാധീനം എന്ന പോയിന്റിനകത്ത് വരും. ന്യൂനപക്ഷ വോട്ട് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. വികസനം, ആ മണ്ഡലത്തിനകത്തെ വികസനം എന്നതുകൂടെ അവിടെ വോട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് വരും എന്ന് നമ്മൾ കാണണം. പി.കെ. ശ്രീമതി ടീച്ചർ LDF-നും കെ സുധാകരൻ UDF-നും വേണ്ടി മത്സരിക്കുന്ന ഇടമാണ്. നമുക്കറിയാം, തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഇടമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സ്ഥാനാർത്ഥി മികവ് എന്ന കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ CK പത്മനാഭൻ അവരുടെ നിലക്ക് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ സ്ഥാനാർത്ഥി മികവ് എന്നതിന് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോയിന്റായിട്ട് അത് മുന്നോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ, വോട്ടിനെ നിർണ്ണയിക്കുന്ന വിഷയമായിട്ട് മുന്നോട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ടു പേർക്കും സമാസമമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. P.K. ശ്രീമതിയും കെ സുധാകരനും അവരവരുടെ ഇടങ്ങളിൽ പരമാവധി വോട്ട് ശേഖരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് എന്ന് കാണണം. പക്ഷെ അതിനകത്ത് രാജീവ് ഈ ശബരിമല വിഷയത്തെ പ്രത്യേകമായിട്ട് കാണുമ്പോൾ, ശബരിമല ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാകുന്ന തെരഞ്ഞെടുപ്പാണ്, ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണമാകുന്ന ഒരു കാര്യമാണിതെങ്കിൽ അദ്ദേഹം പ്രത്യേകമായ നിലപാട് സ്വീകരിച്ച ആളാണ്, ഉറക്കതി സ്വീകരിച്ച ഒരാളാണ്. വടക്ക് നിന്ന് അങ്ങനെ സ്വീകരിച്ച നേതാവ് വേറെ ഇല്ലതാണ്. വടക്ക് നിന്നല്ല, കേരളത്തിൽ ആദ്യമായി കോൺഗ്രസിൽ നിന്നൊരു നേതാവ് ശബരിമല കാര്യത്തിൽ ശക്തമായൊരു നിലപാടെടുത്ത്, അത് സ്ത്രീ പ്രവേശനം പാടില്ല എന്ന നിലപാടെടുത്ത് പറഞ്ഞത് കെ സുധാകരനാണ്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇവരൊക്കെ, പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യം ഇതിന് അനുകൂലമായിട്ടൊരു സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അന്നു മുതൽ കെ സുധാകരൻ ശക്തമായ നിലപാടെടുത്തത് ശബരിമല പ്രശ്നത്തിലെ സുപ്രീം കോടതി വിധിക്ക് എതിരായിട്ടും അതുപോലെ സ്ത്രീ പ്രവേശനത്തിന് എതിരായിട്ടുമാണ്. പക്ഷേ ഇങ്ങനെ എടുത്ത നിലപാട് അദ്ദേഹം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ മണ്ഡലത്തിൽ അത് എത്രത്തോളം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ ഇത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ഷൻ പോയിന്റ് ആണോ എന്നുള്ളതാണ് പ്രശ്നം. അതിനൊരു മറുഘടകം കൂടിയുണ്ട്. ആ പോയിന്റിൽ CK പത്മനാഭനും അതുപോലെ തന്നെ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ അത് തുല്യമായൊരു സ്വാധീനം CK പത്മനാഭനും ചെലുത്താൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടായാൽ, ശബരിമല വിഷയം കണ്ണൂർ മണ്ഡലത്തിൽ സ്വാധീനിച്ചാൽ പോലും അത് മുഴുവനായിട്ടും കെ സുധാകരന് തന്നെ അതിന്റെ ഗുണം ലഭിക്കുമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു താരതമ്യേന ദുർബലമാണ്. വിഷയം മാത്രമല്ല, BJP എന്നത് 51,636 വോട്ടുകളാണ് ആകെയുള്ളത്. രണ്ടുപേർക്കും 4,20,000 വോട്ടുകൾ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ശബരിമല എന്നുള്ള വിഷയം അവിടെ മാത്രം എടുത്ത് ആ വിഷയം മാത്രം എടുത്ത് അതൊരു വിഷയമാവുകയാണെങ്കിൽ തുല്യമായിട്ട് തന്നെ CK പത്മനാഭനും സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഈ ശബരിമല. അതാണ്. പക്ഷേ NJ നായർ, ഇവിടെ കണ്ണൂരിനെ സംബന്ധിച്ച് വരുമ്പോൾ ഈ ശബരിമല വിഷയം ഒരു ഘടകമാകും എന്ന് നമ്മൾ എത്രക്കൊക്കെ കണക്ക് കൂട്ടിയാലും, കണ്ണൂർ എന്ന ആ മണ്ഡലം, വടക്കുള്ള ആ മണ്ഡലം, രാഷ്ട്രീയമായിട്ട് വിധി എഴുതുന്ന ഒരു സ്ഥലം, അവിടെ ഈ മറ്റുള്ളിടങ്ങളിലൊക്കെ ഉള്ളതുപോലെ അത് പ്രതിഫലിക്കുമോ? സുധാകരൻ എത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചാലും അത് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി വരാനിടയുണ്ടോ? താങ്കൾ എന്താണ് കാണുന്നത്? കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഒരു മുഖ്യ വിഷയമാകാൻ സാധ്യതയില്ല. കാരണം അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. മാത്രവുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ചർച്ചയായ ഒരു പരാമർശമുണ്ട്. ഒരു സ്ഥാനാർത്ഥി പറയുകയാണ്, ജയിച്ചാൽ ഞാൻ BJP-യിലേക്ക് പോവില്ല. അതെന്ത് മെസ്സേജാണ് തരുന്നത്? ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന LDF ആയാലും UDF ആയാലും MP-മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എന്താണ്? ഇവരൊരിക്കലും ഒരു ഡിഫെക്ഷൻ്റെ ലെവലിലേക്ക് ഇവർ പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ വിഷയം ഇപ്പോൾ വളരെ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞാണ്, ജയിച്ചാൽ ഒരു സ്ഥാനാർത്ഥി പറയുകയാണ് ഞാൻ BJP-യിലേക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തോറ്റാ പോകുന്നതാണോ? അതോ മറ്റെന്തെങ്കിലും മെസ്സേജാണോ കൊടുക്കുന്നത്? അപ്പോൾ അതൊരു വിഷയം. പിന്നെ ഇതൊരു സ്ട്രിക്ട്ലി എസെൻഷ്യലി ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അവിടെ ഈ മറ്റ് ഇമോട്ടീവ് ഇഷ്യൂസ് ഒന്നും വലിയ പ്രാധാന്യം വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇതൊരു പിന്നെ ഈ ശബരിമല വിഷയത്തെക്കാളേറെ വികസനം, പിന്നെ രാഷ്ട്രീയ വിഷയങ്ങളാണ് കണ്ണൂർ മണ്ഡലത്തിൽ ചർച്ചയാകുന്നത്. ഇതിൽ പിന്നെ BJP-ക്ക് കിട്ടുന്ന 51,000-ൽ പരം വോട്ടെന്ന് പറഞ്ഞു. ആ വോട്ട് അവിടെ നിലനിർത്തുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ BJP നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ക്രോസ് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ വോട്ട് ട്രേഡിംഗ് നടന്നു എന്നുള്ള ചർച്ചകൾക്ക് നിർബന്ധമായും തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ വോട്ടുകൾ അവർക്ക് അവിടെ നിലനിർത്തേണ്ടി വരും. അത് അങ്ങനെ വരുമ്പോൾ ഈ മെയിൻ ഫൈറ്റ് പ്രിൻസിപ്പൽ ഫൈറ്റ് എന്ന് പറയുന്നത് ശ്രീ കെ സുധാകരനും ശ്രീമതി ടീച്ചറുമായിട്ട് തന്നെയാണ്. അവിടെ ഈ ശബരിമല വിഷയം ഒരു ഗണ്യമായ ചർച്ചാ വിഷയമേ അല്ല.
അതാണ് ഈ ശബരിമല വിഷയവും സ്ഥാനാർത്ഥി മികവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അടുത്ത പോയിന്റ് നോക്കിയാൽ, അതായത് ന്യൂനപക്ഷ വോട്ട് എന്നത് അതിനിർണായകമായ ഒരു ഘടകമാണ് കണ്ണൂർ മണ്ഡലത്തിൽ. അതാർക്ക് ഗുണം ചെയ്യും എന്ന് നമ്മൾ നോക്കണം. ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമാവുകയാണ് അവിടെ സാധാരണഗതിയിൽ ചെയ്യാറ്. ഇത്തവണയും അതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂനപക്ഷ വോട്ട് എന്നതൊരു ഘടകമായിട്ട് എടുക്കുകയാണെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി കെ സുധാകരന് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ അവിടെ ഷാജീവ്, എനിക്കൊരു ചോദ്യമുള്ളത്, നമ്മൾ ശബരിമലയുമായി തന്നെ ചേർത്ത് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ശബരിമലയിൽ എത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചാലും അത് വലിയ ഘടകമാകുന്ന ഇടമല്ല. അത് സ്ഥാനാർത്ഥി മികവ് എന്ന പോസിറ്റീവായ കാര്യത്തോട് ചേർത്ത് നിർത്തിയിട്ട് കുറച്ചുകൂടി എഡ്ജ് സുധാകരൻ നൽകുന്ന സാഹചര്യമല്ല എന്ന് കണ്ടാൽ ഇതേ നില അദ്ദേഹം ശ്രീ നായർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞാൻ BJPയിലേക്ക് പോവുകയില്ല എന്ന് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് പറയേണ്ടി വരുന്ന സ്ഥാനാർത്ഥി എന്നത് ന്യൂനപക്ഷ വോട്ടുകളെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ UDFന് അനുകൂലമായി തന്നെയാണോ സ്വാധീനിക്കുക? ഇത് ഒരു കെ സുധാകരൻ ശരിക്കും പറഞ്ഞ ഒരു ട്രിക്കി സിറ്റുവേഷനിലാണ്. പണ്ട് നാട്ടിൽ പറയും എന്നെ കണ്ടാൽ കിണ്ണം കെട്ടു എന്ന് തോന്നുമോ എന്ന് ചോദിക്കുന്ന പോലെ സുധാകരനും അല്ലെങ്കിൽ കോൺഗ്രസിനും തന്നെ തോന്നുകയാണ് ഈ ഒരു ശബരിമല നിലപാടോട് കൂടി BJPയിലേക്ക് പോവുകയാണോ എന്നുള്ള പ്രചരണം അപ്പുറത്തുണ്ടാകുന്നുണ്ട്. CPMന്റെ ഭാഗത്ത് നിന്ന് ശബരിമല വിഷയം വരുന്നതിന് മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ സുധാകരൻ മണ്ഡലത്തിൽ കാണാതായപ്പോൾ ഒരു വലിയ ചർച്ച ഉണ്ടായിരുന്നു. സുധാകരൻ എത്തി എന്നുള്ള ചർച്ചയായിരുന്നു. BJP ലക്ഷ്യം വെക്കുന്ന കേരളത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാൾ കെ സുധാകരനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തോട് H. രാജ സംസാരിച്ചു എന്ന കാര്യം കൂടെ വാർത്തയായിട്ട് വന്നു. ഇതിനു മുമ്പേ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നു. പക്ഷേ ഈ ശബരിമല നിലപാടോട് കൂടി അത് ജനങ്ങളുടെ ഇടയിൽ ഊട്ടി ഉറപ്പിക്കപ്പെട്ടു. അവിടെ എത്രത്തോളം പ്രശ്നമാകുന്നു എന്നുള്ളത്, ശബരിമല അവിടുത്തെ ഏറ്റവും വലിയ വിഷയമാണോ എന്നുള്ളത് വേറെ പ്രശ്നം. അതിനപ്പുറം ഇദ്ദേഹം BJPയിലേക്ക് പോകുന്നു എന്നുള്ള ശക്തമായ പ്രചരണം ഉണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വീഡിയോ ഇറക്കേണ്ടി വന്നത്. ആ വീഡിയോയിൽ CPMനെ ഒരു പരോക്ഷമായെങ്കിലും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ വീഡിയോയുടെ പശ്ചാത്തലമൊക്കെ അത് വേറെ കാര്യം. പക്ഷേ ഇത് ഞാൻ BJPയിലേക്ക് പോകുന്നില്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉപയോഗിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഗുണമുണ്ടാക്കുമോ ദോഷമുണ്ടാക്കുമോ എന്നുള്ളത് ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ആ ഒരു പ്രചാരണം അവിടെ ശ്രീലാലിന് എനിക്ക് തോന്നുന്നു ആ കണക്ക് SDP ആണ് 4ാം സ്ഥാനത്ത്. കണ്ണൂരിൽ SDP 4ാം സ്ഥാനത്താണ്. വോട്ട് ഒരു 19,000 വോട്ടോളം അവർ സമാഹരിച്ചു. 19,170 വോട്ട് SDPIക്കുണ്ട്. അവിടെ ഇതുണ്ട്. അതൊരു ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു സ്വാധീനം ഈ പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് ഇത്തവണ അത് UDFന് അനുകൂലമാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കേണ്ട കാര്യമില്ല. കാരണം ഇരട്ട കൊലപാതകം അടക്കമുള്ള വിഷയങ്ങൾ, ഷുഹൈബിൻ്റെ കൊലപാതകം, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് UDFന് ഒരു സാധ്യത, അല്ലെങ്കിൽ കണ്ണൂരിൽ പ്രത്യേകിച്ച് കെ സുധാകരന് ഒരു സാധ്യത ഉണ്ടെന്ന് അവിടെയാണ് അത് മറികടക്കുന്നതിനുള്ള BJP പ്രചാരണം ശക്തമായത്. അതുകൊണ്ട് തന്നെ ആ പ്രചാരണം മറികടക്കാൻ വേണ്ടിയിട്ടാണ് അറിഞ്ഞുകൊണ്ട് തന്നെ, ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കാം, കാരണം സുധാകരനെ പോലുള്ള നേതാവ് ഞാൻ BJPയിലേക്ക് പോകുന്നില്ല എന്നൊരു ഒരു പരസ്യം പുറത്തിറക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പരിഹാസവും മറുചോദ്യവും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അങ്ങനെ പരസ്യം ഇറക്കുമ്പോൾ അങ്ങനെ ആ ഒരു തലത്തിലേക്ക് നിർബന്ധിതനായിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ പ്രചാരണം ഈ മണ്ഡലത്തിൽ സുധാകരൻ എന്തായാലും BJPയിലേക്കാണെന്നുള്ള വലിയ പ്രചാരണം മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരല്പം ദോഷം ഉണ്ടാക്കിയാലും പരിഹാസം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഒരു പരസ്യത്തെ ഇറക്കേണ്ടി വന്നത്. അവിടെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ന്യൂനപക്ഷ വോട്ട് UDFനും കെ സുധാകരനും അനുകൂലമാകും. ന്യൂനപക്ഷങ്ങൾക്ക് ആ മേഖലയിലെ ന്യൂനപക്ഷ സംഘടനകൾക്ക് പ്രിയങ്കരനാണ് കെ സുധാകരൻ പറയുമ്പോൾ തന്നെയും ഈ BJP സംബന്ധിച്ചുള്ള ഈ വിവാദങ്ങൾ എങ്ങനെയാണ് ആ മേഖലയിൽ പ്രതിഫലിക്കുക എന്ന കാര്യം കൂടെ നോക്കണം. പ്രത്യേകിച്ചും നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സംബന്ധിച്ച് നേരത്തെ NJ നായർ സൂചിപ്പിക്കേണ്ടായി വികസനമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. വികസന പ്രവർത്തനം നിശ്ചയമായിട്ടും PK ശ്രീമതിക്ക് അനുകൂലമായിട്ടുള്ള, അവർക്ക് മുന്നോട്ട് വെക്കാവുന്നൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അത് വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം കെ സുധാകരൻ അധികാര പദവിയിൽ ഇരുന്നപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കണ്ണൂർ മണ്ഡലത്തിൽ PK ശ്രീമതി നടത്തിയിട്ടുണ്ട് എന്നത് അവിടെയുണ്ട് എന്നത് വലിയ പ്രചരണ വിഷയമാക്കാൻ നല്ല തോതിൽ അവർ ശ്രമിക്കുകയും അതിൽ വിജയിക്കാൻ ഈ പ്രചാരണ വിഷയമാക്കുക എന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് വേണം ഇതുവരെ ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ പറയാൻ. ശ്രീ NJ നായർ, അങ്ങനെ ഈ വിമാനത്താവളം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അതൊക്കെ പരിഗണിക്കപ്പെടുമോ എന്നൊരു ചോദ്യം കൂടെ ഇല്ലേ? രാഷ്ട്രീയമായിട്ട് നമ്മൾ പറയുമ്പോൾ വലിയ ഫൈറ്റായിട്ട് കാര്യങ്ങൾ പോവുകയും മറ്റ് ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മെനക്കെടുമോ ജനം? നവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ഈ ഫസ്റ്റ് വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് നിർബന്ധമായും ഒരു പ്രാധാന്യമുണ്ട്. എങ്കിലും അതിന് അപ്പുറം അവർ കാണുന്നത് പശ്ചാത്തല സൗകര്യങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് എത്രമാത്രമുണ്ട്. നല്ല ആശുപത്രി, നല്ല സ്കൂള്, ആവാസയോഗ്യമായ ഒരു എൻവയൺമെൻറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് യുവ വോട്ടർമാരെ സംബന്ധിച്ചും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും ഒരു വലിയ ഘടകമാണ്. ഇത് ഒരു വലിയ മഹാ അത്ഭുതങ്ങളൊന്നും കാണിച്ചില്ലെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗ്രേസ് മാർക്കും ബോണസും കിട്ടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിറ്റിംഗ് MP
ഒരുപാട് പിന്നിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മോർ ദാൻ ആവറേജ് അവർക്കൊരു ജനപിന്തുണയും ഈ കാര്യത്തിലുണ്ട്. ഇതൊരു പ്രധാന ക്യാമ്പയിൻ ഇഷ്യൂ ആണെങ്കിൽ അവരുടെ അനുകൂലമായി വർക്ക് ചെയ്യാനാണ് സാധ്യത. ശ്രീലാൽ, ഇവിടെ ഈ MP എന്ന നിലയിലുള്ള പ്രവർത്തനം അത് പിന്നെ എല്ലായിടത്തും അത് പ്രചാരണ വിഷയമൊന്നുമല്ല. പക്ഷേ ഇവിടെ ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് PK ശ്രീമതി ടീച്ചറും സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുന്നണിയും ഒക്കെ നല്ല നിലക്ക് പറയുന്നുണ്ട്. അത് എത്രത്തോളം വിലപ്പോവും അവിടെ? MP നിലയ്ക്ക് കെ സുധാകരൻ മുൻ MP, അദ്ദേഹവും പാർലമെന്റിൽ വന്ന് വലിയ ഒരു അഭ്യാസം കാണിച്ച ഒരു നേതാവൊന്നുമല്ല. PK ശ്രീമതിയും പാർലമെന്റിൽ വലിയ ഒരു പ്രകടനമൊന്നും കാഴ്ചവെച്ചിട്ടില്ല. പക്ഷേ ഈ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലുണ്ട് വികസനം. ഒന്ന് പ്രകടമായ വികസനം, വിമാനത്താവളം പോലെ ഒരു വികസനം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാകുമ്പോൾ അവർക്ക് വന്നിറങ്ങാനും കയറി പോകാനും എല്ലാം, അല്ലെങ്കിൽ കരിപ്പൂരിലേക്കോ ഇങ്ങോട്ട് പോകേണ്ടിരുന്നവർക്കെല്ലാം വളരെ അടുത്തൊരു സൗകര്യം വരുന്നു, വളരെ പെട്ടെന്ന് അതൊരു വികസനം ആയിട്ട് നിലനിൽക്കുന്ന ഒരു വികസനം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടിനെ പോലും അത് സ്വാധീനിക്കും. പ്രകടമായൊരു വികസനമാണിത്. ഇപ്പോൾ മറ്റു ചില വികസനങ്ങൾ ഉണ്ടാകുന്ന പോലെ അല്ല ഒരു വിമാനത്താവളമല്ലേ സാധാരണക്കാരൻ എന്ത് ഗുണം എന്ന് ചോദിക്കുന്നത് മറ്റു സ്ഥലങ്ങളിൽ ചോദിക്കാമെങ്കിലും, പക്ഷേ ഈ മേഖലകളിൽ പ്രവാസികൾ ഉള്ള മേഖലകളിൽ സ്വാധീനിക്കുക അവർക്ക് അതിനുള്ള മറുപടിയുണ്ട്. ആ മറുപടി ഈ നേരത്തെ ന്യൂനപക്ഷങ്ങളുമായി അടുത്ത് നിൽക്കുന്ന ഒരു മറുപടിയാണത്. ഈ സ്ഥാനാർത്ഥി സ്വാധീനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് പോയതാണ് രാജീവ്. പക്ഷെ അവിടെ ഈ നമ്മൾ PK ശ്രീമതി മുതിർന്ന ഒരു സ്ത്രീ നേതാവ്, അത് ഈ പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്തരം ചർച്ചകളെല്ലാം അത്തരം സൂക്ഷ്മ രാഷ്ട്രീയ ചർച്ചകളെല്ലാം ഉയർന്നു വരുന്ന സ്ഥലത്ത് അതുപോലൊരു സ്ഥാനാർത്ഥി എന്നത് അവർക്ക് അനുകൂലമായി വരാവുന്ന ഘടകങ്ങളല്ലേ? അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വികസനത്തിന്റെ കാര്യം, ഈ വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു MP യുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഹൈമാസ് ലൈറ്റുകൾ വെക്കുന്നു, അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടം ഉണ്ടാക്കുന്നു, അവിടെയൊക്കെ പേരെഴുതി വെക്കുന്നു. അതാണ് ജനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്ന വികസനം. K സുധാകരൻ 5 വർഷം MP ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ കഴിവിനൊത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ K സുധാകരൻ എന്ന് പറയുന്ന ഇത്രയും വലിയ ശക്തനായ അല്ലെങ്കിൽ ശക്തമായി സംസാരിക്കുന്ന അത് ജനങ്ങൾ അതും പ്രതീക്ഷിക്കും. ആ രീതിയിലേക്ക് അദ്ദേഹം വന്നില്ല. അതുകൂടിയാണ് അദ്ദേഹം ആ തവണ പരാജയപ്പെടാനുള്ള ഒരു കാരണം. പക്ഷേ ടീച്ചറിന്റെ കാര്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിലുപരി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെയൊക്കെ ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ പൂവിന്റെ കിരീടമൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് ആളുകളോടൊപ്പം കൈയടിച്ച് പാട്ട് പാടി പോകുന്ന ഒരു MP, അത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ വേറെയാണ്. അവർ ഒരു ആളുകളുടെ ഇടയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വലിയ സന്തോഷം ഉണ്ടാകുന്ന സ്ത്രീകളുടെ ഇടയിലും പുരുഷന്മാരുടെ ഇടയിലും മൊത്തത്തിൽ അത് ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ പല ഇതിനു മുമ്പ് പാട്ടുപാടി നൃത്തം വയ്ക്കുന്ന PK ശ്രീമതി ടീച്ചറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്തും ഇത്തരം ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും വലിയ ഒരു കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ കഴിയുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇതിനു മുമ്പ് ഒരു 15 വർഷം ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത് അവസാനത്തെ പ്രാവശ്യം അവർ തെരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ടെലിവിഷൻ ചർച്ച നടക്കുന്നതിനിടയിൽ ഒരു ടെലിവിഷൻ ആങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലർക്ക് ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരിക്കും, ചിലർക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് ചെല്ലുന്നവർക്ക് അമ്മയെ പോലെ ഇടപെടും, ഷീലാ ദീദി ചിലർക്ക് സുഹൃത്തായിരിക്കും, വേണമെങ്കിൽ ചിലർക്ക് അവർ ഗേൾ ഫ്രണ്ടുമാകും എന്നുള്ളതാണ് ഷീലാ ദീക്ഷിതിനെ കുറിച്ച് പറഞ്ഞ ഒരു നിരീക്ഷണം. അത് അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ. അതുപോലെയൊന്നും അല്ല എങ്കിലും ശ്രീമതി ടീച്ചറിന്റെ കാര്യം അവർ കുറച്ചുകൂടെ ജനങ്ങളുമായിട്ട് അതെ ആളുകൾക്ക് ആക്സസിബിൾ ആണ് എന്നുള്ളൊരു തോന്നുന്നു. ഒരു പോയിന്റ് കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ ശബരിമല വിഷയം പറഞ്ഞു. ശബരിമല വിഷയം വലിയൊരു വിഷയമല്ല ഈ കണ്ണൂർ മണ്ഡലത്തിൽ, എങ്കിൽ പോലും ശബരിമല വിഷയം ഉണ്ടാക്കാൻ സ്വാധീനം അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ മറുഭാഗം കൂടിയുണ്ട്. നവോത്ഥാനവും വനിതാ മതിലും എല്ലാം അതിൻ്റെ വളരെ മുൻപന്തിൽ നിന്നൊരു നേതാവാണ് ശ്രീമതി ടീച്ചർ. അപ്പം അതിൻ്റെ ഒരു മറുഭാഗമുണ്ടെങ്കിൽ, ശബരിമല സ്വാധീനിക്കുമെങ്കിൽ അതിൻ്റെ മറുഭാഗമുണ്ടെങ്കിൽ ആ മറുഭാഗത്ത് നിൽക്കുന്ന ഏക നേതാവ്. പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, അതിനകത്ത് ടീച്ചർ ആദ്യം 1-2 യോഗങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് വന്നെങ്കിലും അതിനുശേഷം പിന്നീട് പാർട്ടിയുടെ തന്നെ നിലപാടാണെന്ന് തോന്നുന്നു. അതായത് അക്കാര്യം വലുതായിട്ട് മുന്നിലേക്ക് വരാതെ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമൊക്കെ വരുന്നത് മുൻകൂട്ടി കണ്ടായിരിക്കണം അങ്ങനെ ശക്തമായിട്ടൊരു നിലപാടെടുത്തതായിട്ട് പിന്നീട് കണ്ടില്ല. അതാണ് ഏതായാലും. പക്ഷേ അത് നമുക്ക് അതിൽ നിന്ന് മാറിപ്പോണം. അതോടൊപ്പം തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഈ 1-1.5 ലക്ഷം പുതിയ വോട്ടർമാരുള്ള മണ്ഡലങ്ങൾക്കകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, സ്ത്രീകളായിട്ടുള്ള ആളുകൾ, അവരെ ഈ നവോത്ഥാന ചർച്ച അല്ലെങ്കിൽ അതിനുശേഷം വന്ന സ്ത്രീവാദപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മുന്നോട്ട് വെക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ടീച്ചർക്ക് അനുകൂലമായിട്ട് വരുമോ എന്നൊരു സാഹചര്യം കൂടെ ഉണ്ട്. അത് പക്ഷേ ഈ വോട്ടെടുപ്പിന് ശേഷമൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആവുകയുള്ളൂ. K സുധാകരൻ അത്ര മോശമൊന്നുമല്ല. അതല്ല.